ലഹരി മാഫിയകൾക്കെതിരെ സർക്കാർ ആവിഷ്കരിച്ച ഓപ്പറേഷൻ തൂഫാൻ മികച്ച മുന്നേറ്റം തുടരുന്നു. പദ്ധതിയുടെ ഭാഗമായി ഇതുവരെ 10 കോടിയിലധികം രൂപയുടെ നിരോധിത ലഹരി വസ്തുക്കൾ പിടിച്ചെടുക്കാനും 2778 പേരെ അറസ്റ്റ് ചെയ്യാനും കഴിഞ്ഞതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. 1.58 കിലോ MDMA, 146 കിലോ കഞ്ചാവ്, 46 കിലോ ഹാഷിഷ് ഓയിൽ എന്നിവയാണ് പ്രധാനമായും പിടിച്ചെടുത്തത്. ഈ ദൗത്യം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്ര ഏജൻസികളുമായി ചേർന്ന് മൾട്ടി ഡിജിറ്റൽ ഇന്റഗ്രേറ്റഡ് പ്രോജക്ട് നടപ്പിലാക്കും. IG പുട്ടവിമലാദിത്യയുടെ നേതൃത്വത്തിലായിരിക്കും ഇതിന്റെ പ്രവർത്തനങ്ങൾ. പോലീസ് ഡോഗ് സ്ക്വാഡിന് ലഹരി കണ്ടെത്താൻ പ്രത്യേക പരിശീലനവും നൽകുമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. ലഹരി വിമുക്ത കേരളം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനായി സർക്കാർ ആവിഷ്കരിച്ച ഓപ്പറേഷൻ തൂഫാൻ എന്ന പദ്ധതിക്ക് വൻ ജനപിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ജനകീയ ദൗത്യത്തിന് കൂടുതൽ ഊർജവും കരുത്തും പകർന്നുകൊണ്ട് മലയാളികളുടെ പ്രിയതാരം മോഹൻലാൽ തൂഫാൻ വാരിയറായി ഇതിൽ പങ്കുചേർന്നത് വലിയ രീതിയിലുള്ള പൊതുശ്രദ്ധയാണ് നേടിയിരിക്കുന്നത്. തൂഫാൻ സ്ട്രൈക്കേഴ്സ്, തൂഫാൻ വാരിയേഴ്സ്, തൂഫാൻ കെയർ എന്നിങ്ങനെ 3 വ്യക്തമായ തലങ്ങളിലായി വളരെ ആസൂത്രിതമായാണ് ഈ പദ്ധതിയുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. അതേസമയം ലഹരി മാഫിയകളുടെ വേരുകൾ ലക്ഷ്യമിട്ടുള്ള ഈ ദൗത്യത്തെ അട്ടിമറിക്കാനും പരാജയപ്പെടുത്താനും ചിലർ ബോധപൂർവം ശ്രമിക്കുന്നുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വെളിപ്പെടുത്തി. എങ്കിലും ഇത്തരം ശ്രമങ്ങൾ കൊണ്ടൊന്നും സർക്കാരിന്റെ കർശനമായ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളെ തളർത്താനോ ദുർബലപ്പെടുത്താനോ സാധിക്കില്ലെന്നും ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ലഹരിയുടെ പിടിയിൽ നിന്ന് നാടിനെ മോചിപ്പിക്കാനുള്ള ഈ സർക്കാർ നീക്കങ്ങൾക്ക് പൊതുസമൂഹത്തിൽ നിന്നും ലഭിക്കുന്ന വലിയ പിന്തുണ പദ്ധതിയുടെ വിജയത്തിന് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നവയാണ്.